നമസ്കാരം. നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണ്, സംസ്കാര സമ്പന്നരാണ്, ബുദ്ധിമാന്മാരാണ്. അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ നമ്മളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിക്കുരൻ എന്ന സിനിമയിൽ പറയുന്നത് പോലെ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണെന്ന് ദിലീപിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്. അതേപോലെയാണ് മലയാളികൾ സ്വയം പ്രബുദ്ധരാണ് അല്ലെങ്കിൽ ബുദ്ധിമാന്മാരാണെന്നൊക്കെ പറയുമെങ്കിലും എല്ലാത്തരം തട്ടിപ്പുകളിലും അല്ലെങ്കിൽ എല്ലാതരം ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിലൊക്കെ തന്നെ ചെന്ന് വീഴുകയും സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കയ്യിലുള്ള പണം മുഴുവൻ അത്തരത്തിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളായി മലയാളികൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പറഞ്ഞു വരുന്നത് അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. അതായത് വളരെ ചെറിയ സമയം കൊണ്ട് വൻകിട ദിനപത്രങ്ങളിലൊക്കെ തന്നെ വലിയ ഒന്നാം പേജിൽ വലിയ പരസ്യം നൽകി, ചാനലുകൾക്ക് വേണ്ടത്ര പരസ്യം നൽകി, അവരുടെ വായ ആദ്യം തന്നെ മൂടിക്കെട്ടി നടത്തിയ വലിയൊരു തട്ടിപ്പ്. ഇതിൽ പ്രമുഖ ദിനപത്രങ്ങളോ അല്ലെങ്കിൽ പ്രമുഖ ചാനലുകളോ ഒന്നും തന്നെ വാർത്തയാക്കിയിട്ടുമില്ല ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ്. കഴിഞ്ഞ 3-4 മാസമായി ഈ അൽ മുക്താദിർ ജ്വല്ലറിയിൽ നിക്ഷേപം നടത്തിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും പണവും ജീവിത ചെലവും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് അവർ നരകയാതന അനുഭവിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കഥകളൊന്നും തന്നെ ആരും ജനങ്ങളുമായി പങ്കുവയ്ക്കില്ല അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കില്ല. അതിൽ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം പേജിൽ ഫുൾ പേജ് പരസ്യം കൊടുത്തതിൻ്റെ നന്ദി അവർ ഇപ്പോഴും ഈ പത്രങ്ങളൊക്കെ തന്നെ പത്രമുതലാളിമാർ ഒക്കെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2000 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ നിക്ഷേപ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അൽ മുക്താദിർ നടത്തിയിരിക്കുന്നത്. 30 ബ്രാഞ്ചുകളാണ് ഇവർ കേരളത്തിലാകെ തുടങ്ങിയത്. ഒരേ സ്ഥലത്ത് തന്നെ 2-3 സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഒരു രീതിയിലായിരുന്നു ഇവരുടെ ഒരു തട്ടിപ്പ്. മാത്രമല്ല, ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില പൊടിക്കൈകൾ അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെ തട്ടിപ്പ് നടത്താം എന്നതിലൊക്കെ തന്നെ ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ് ഇതിന് ഉണ്ടായിരുന്നത് എന്നതും വ്യക്തമാണ്. അതായത് പ്രവാചകൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രവാചകൻ്റെ പേരാണ് ഇട്ടത്. അതിൽ തന്നെ ഒരു തട്ടിപ്പ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു സ്ഥലത്ത് തന്നെ 2-3 സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും കുറഞ്ഞ സ്വർണം മാത്രം ഈ സ്ഥാപനങ്ങളിൽ എത്തിക്കുകയും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയ ആളുകൾക്ക് അവരുടെ നിക്ഷേപം നടത്തുന്ന സമയത്തുള്ള സ്വർണത്തിൻ്റെ വിലയനുസരിച്ച് സ്വർണം നൽകി അവരെ വിശ്വാസത്തിലെടുക്കുകയും പിന്നീട് പലതരത്തിലുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ കെണിയിലേക്ക് വീഴുകയുമായിരുന്നു. ഏജന്റുമാർ മുഖേനയാണ് കേരളത്തിലെ 100 കണക്കിന് ആളുകൾ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായത്. ഇപ്പോൾ ഈ ഒരു സ്ഥാപനങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് ഇത്തരത്തിൽ അൽ മുക്താദിറിന് എതിരായി ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അൽ മുക്താദിറിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. നേരത്തെ തന്നെ ED ഇവർക്കെതിരെയുള്ള പരിശോധനകളും മറ്റും നടത്തിയിരുന്നു. അതിലാണ് ഇവർ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ EDക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നു. എന്തായാലും കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ മുതലാളി എന്ന് പറയുന്ന മൻസൂർ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ദിവസേന ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് പാവപ്പെട്ട സാധാരണക്കാരായ തങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി സ്വർണം സ്വരൂപിക്കാൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇതിലേക്ക് നിക്ഷേപിച്ച ആളുകളൊക്കെ തന്നെ വഞ്ചിതരായിരിക്കുകയാണ്. അവരോട് ആര് സമാധാനം പറയും എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, പോലീസിന് പോലും കൃത്യമായ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത കഥകളുമുണ്ട്. അതോടൊപ്പമാണ് ഇവരുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളുടെ വാടക അല്ലെങ്കിൽ വാടക മുറികൾക്കുള്ള വാടകയും നൽകിയിട്ട് മാസങ്ങളായി സെക്യൂരിറ്റി ജീവനക്കാർക്കടക്കം ഒരു ശമ്പളവും നൽകാതെ ഇവർ ആകെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമായി അൽ മുക്താദിർ മാറിയിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് പിടിമുറുക്കൽ ആരംഭിച്ചിരിക്കുകയാണ്. എവിടെ പോയി വിളിച്ചാലും ഇതിൻ്റെ മുതലാളിയെ ED പിടികൂടും. ഈ നഷ്ടം വന്ന ആളുകൾക്ക് എങ്ങനെയായിരിക്കും ഇനി ഈ പണം തിരിച്ചു കിട്ടുക എന്നതൊക്കെ വരുന്ന സമയങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.